പെഹൽഗാം ഭീകരാക്രമണം ജമ്മു കശ്മീരിന്റെ വിനോദസഞ്ചാര മേഖലയെ തകർക്കാനും ഇന്ത്യയിൽ കലാപമുണ്ടാക്കാനും ലക്ഷ്യമിട്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്രയും വലിയ തിരിച്ചടി കിട്ടുമെന്ന് പാകിസ്ഥാൻ കരുതിയില്ലെന്നും ഓപ്പറേഷൻ സിന്ദൂർ ആത്മനിർഭർ ഭാരതത്തിന്റെ ശേഷി വ്യക്തമാക്കിയെന്നും മോദി. ഉധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചു. കാനഡയിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് മോദിയെ നേരിട്ട് ക്ഷണിച്ച് പ്രധാനമന്ത്രി മാർക്ക് കാർണി പങ്കെടുക്കുമെന്ന് മോദി. സാധാരണക്കാർക്ക് ആശ്വാസമായി റെപ്പോ നിരക്ക് 0.5% കുറച്ച് റിസർവ് ബാങ്ക്. ഭവന, വാഹന, വ്യക്തിഗത വായ്പകൾ അടക്കം 0.5% പലിശ കുറയും. നിലമ്പൂരിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. ക്ഷേമ പെൻഷനിലെ പ്രതിപക്ഷ പരാമർശം പ്രചാരണായുധമാക്കി LDF. സർക്കാരിനെതിരായ ജനവികാരം വോട്ടാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിൽ UDF. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് BJP. മത്സരത്തിന് സാമ്പത്തിക പിന്തുണ തേടി PV അൻവർ. മരുന്നുകളും ഉപകരണങ്ങളും ഇല്ലാതെ തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ മുടങ്ങി. കരാർ പുതുക്കാത്തതിനാൽ മരുന്നുകളും ഉപകരണങ്ങളും കരാറുകാർ എടുത്തുകൊണ്ടുപോയി. മുടങ്ങിയത് ന്യൂറോ ഇന്റർവെൻഷണൽ സർജറികൾ മാത്രമെന്ന് ആശുപത്രി അധികൃതർ.